ഹാൻ നദിക്ക് മുകളിലൂടെയുള്ള ഒരു പാലമാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. ഒരു വ്യാളിയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിൽ ആഴ്ചയിൽ 2 ദിവസം ഒരു ഫയർ ആൻഡ് വാട്ടർ ഷോ നടക്കും. സീ ഫുഡ് വിഭവങ്ങളാണ് പ്രധാനമായും ഈ ഫുഡ് സ്ട്രീറ്റിലെ ഒരു ആകർഷണം. പ്രത്യേകിച്ച് ലോബ്സ്റ്റർ, അതുപോലെ ചെമ്മീൻ, ഓയിസ്റ്റർ, ഈ തരത്തിലുള്ള പലതരം കടൽ വിഭവങ്ങൾ ഈ നൈറ്റ് മാർക്കറ്റിൽ നമുക്ക് ലഭിക്കും. ട്രൂങ്സോൺ പർവ്വതനിരയിലെ ഹിൽ സ്റ്റേഷനാണ് യഥാർത്ഥത്തിൽ ബാണ ഹിൽസ് എന്നറിയപ്പെടുന്നത്. അതൊരു വലിയ റിസോർട്ട് സമുച്ചയമാണ്. താഴേക്ക് നോക്കിയാൽ നമുക്ക് ഇടതൂർന്ന കാടുകൾ കാണാൻ സാധിക്കും. ആ കാടിന് നടുക്ക് വെള്ളച്ചാട്ടങ്ങളുണ്ട്, പലയിടങ്ങളിലും അരുവികളുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇവിടെ മഞ്ഞ് വന്ന് മൂടുന്ന മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. 2 കൈകളിൽ താങ്ങി നിർത്തിയ ഈ പാലം അത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു എന്നത് മാത്രമല്ല, അവിടെ എത്തുന്ന ഫോട്ടോഗ്രാഫർമാർ ധാരാളമായിട്ട് അവിടെ നിന്ന് ഫോട്ടോകൾ പകർത്തുന്നത് കാണാൻ സാധിക്കും. അത് വിയറ്റ്നാമിൻ്റെ തന്നെ ഒരു അടയാളമായി മാറി. വിയറ്റ്നാം യാത്രയിൽ പ്രധാനമായും ഹനോയ്, ദനാങ് എന്നീ 2 ഇടങ്ങളാണ് നമ്മൾ സന്ദർശിച്ചത്. മനോഹരമായ ഒരു തീരദേശ നഗരമാണ് ദനാങ്. ഹനോയിൽ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് ദനാങ്ങിലേക്ക് സഞ്ചരിക്കുക. സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ദനാങ്ങിൽ ഡ്രാഗൺ ബ്രിഡ്ജാണ് ആ ദനാങ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച. ഹാൻ നദിക്ക് മുകളിലൂടെയുള്ള ഒരു പാലമാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. ഒരു വ്യാളിയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിൽ ആഴ്ചയിൽ 2 ദിവസം ഒരു ഫയർ ആൻഡ് വാട്ടർ ഷോ നടക്കും. രാത്രി 8:30 സാധാരണഗതിയിൽ ഈ ഷോ നടക്കാറുള്ളത്. ശനി, ഞായർ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ഈ നദിക്ക് ഇരുവശവുമായി ധാരാളമായിട്ട് ആളുകൾ തടിച്ചുകൂടും. ഈ ഡ്രാഗൺ ബ്രിഡ്ജിലെ ഫയർ ആൻഡ് വാട്ടർ ഷോ കാണാനുള്ള തിരക്കാണ് അവിടെ എങ്ങും. അതിൻ്റെ ചുറ്റുപാടുകളിലും ധാരാളമായി കച്ചവടക്കാരുണ്ട്. അവിടെ അതിൻ്റേതായ തിരക്കുകളുണ്ട്. രാത്രി കൃത്യം 8:30 മണിയാകുമ്പോഴേക്കും ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ മുൻവശം, അതിൻ്റെ അരികുവശം എല്ലായിടങ്ങളിലും ആളുകൾ തടിച്ചുകൂടി വലിയൊരു ജനസഞ്ചയം തന്നെ രൂപപ്പെടും. പുഴയരികിലും കോർണിഷിലുമൊക്കെ ധാരാളമായി ആളുകൾ എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഈ വീക്കെൻഡിലുള്ള ഈ ഷോ കാണാൻ വേണ്ടിയിട്ട്. ഡ്രാഗൺ ബ്രിഡ്ജിൽ ആദ്യം ഡ്രാഗൺ തീ തുപ്പുന്ന കാഴ്ചയാണ്. ഏതാനും മിനിറ്റുകളാണ് ഈ ഷോ നിലനിൽക്കുക. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഡ്രാഗൺ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സമയത്തിൻ്റെ ഈ കാഴ്ചയ്ക്ക് വേണ്ടി വൈകുന്നേരം മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തിച്ചേരും. അത് ദനാങ്ങിലെത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവരേറെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു നൈറ്റ് മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റിലേക്ക് എന്നാൽ സീ ഫുഡ് വിഭവങ്ങൾ ഉൾപ്പെടെ പലതരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങളുള്ള ദനാങ്ങിലെ ഒരു നൈറ്റ് സ്ട്രീറ്റാണത്. ദുരിയാൻ പഴങ്ങളും അതുപോലെ തന്നെ പലതരം പഴങ്ങളും വിളഞ്ഞു നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് ഈ സ്ട്രീറ്റിലുടനീളം അത്തരത്തിലുള്ള ചാട്ടുകൾ, അതായത് ഈ പഴവിഭവങ്ങളുടെ പാത്രങ്ങളിൽ നിറച്ച വിഭവങ്ങളുമായി ആളുകൾ എത്തുന്നത് കാണാൻ സാധിക്കും. സീ ഫുഡ് വിഭവങ്ങളാണ് പ്രധാനമായും ഈ ഫുഡ് സ്ട്രീറ്റിലെ ഒരു ആകർഷണം. പ്രത്യേകിച്ച് ലോബ്സ്റ്റർ, അതുപോലെ ചെമ്മീൻ, ഓയിസ്റ്റർ, ഈ തരത്തിലുള്ള പലതരം കടൽ വിഭവങ്ങൾ ഈ നൈറ്റ് മാർക്കറ്റിൽ നമുക്ക് ലഭിക്കും. വഴിയരികിലൊക്കെയും അത് കുക്ക് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും അത് തൂക്കി നൽകുന്നതുമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ദനാങ്ങിലെത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ദനാങ്ങിലെ ഈ നൈറ്റ് സ്ട്രീറ്റ്, ഫുഡ് സ്ട്രീറ്റ്, പ്രത്യേകിച്ച് സീ ഫുഡ് വിഭവങ്ങൾ ആസ്വദിക്കുക എന്നതും അത് അനുഭവിക്കുക എന്നതും വലിയൊരു അവസരം തന്നെയാണ്. ഈ ബീച്ച് സൈഡിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലുള്ളത്. ആ ഭാഗങ്ങളെല്ലാം മനോഹരമായിട്ട് കടലിലേക്ക് കാഴ്ച നൽകുന്ന തരത്തിലുള്ള ധാരാളം ഹോട്ടലുകൾ ഉണ്ട്. അവിടങ്ങളിലാണ് സഞ്ചാരികൾ താമസിക്കുന്നത്. പൊതുവിൽ ഹനോയിൽ നിന്ന് വിട്ടാൽ ദനാങ് മറ്റൊരു തരത്തിലുള്ള ഒരു തീരദേശ നഗരം എന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതയാണ് ദനാങ്ങിനുള്ളത്. ദനാങ്ങിലെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അടുത്ത കാലത്തായി വിയറ്റ്നാം ടൂറിസത്തിൻ്റെ തന്നെ താങ്ങി നിർത്തുന്ന ഒരു പ്രാധാന്യമർഹിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ബാണ ഹിൽസിലേതാണ്. ദനാങ്ങിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറിയാണ് ബാണ ഹിൽസ്. ട്രൂങ്സോൺ പർവ്വതനിരയിലെ ഹിൽ സ്റ്റേഷനാണ് യഥാർത്ഥത്തിൽ ബാണ ഹിൽസ് എന്നറിയപ്പെടുന്നത്. അതൊരു വലിയ റിസോർട്ട് സമുച്ചയമാണ്. നേരത്തെ ഈ ഫ്രഞ്ച് അധിനിവേശ കാലം മുതൽക്ക് തന്നെ ഫ്രഞ്ച് കൊളോണിയൽ
കാലത്തെ ചില ശേഷിപ്പുകളൊക്കെയും ഈ ബാണ ഹിൽസിന് മുകളിലുണ്ട്. പക്ഷേ 2018 മുതൽ ഈ മലമുകളിലേക്ക് കേബിൾ കാറുകളിൽ റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് ഒരു 30 മിനിറ്റ് യാത്രയാണ് ഈ മലയടിവാരത്ത് നിന്ന് ബാണ ഹിൽസിൻ്റെ മുകളിലേക്കുള്ളത്. അതിമനോഹരമായ ഒരു അനുഭവമാണ് ഈ കേബിൾ കാർ യാത്ര. 2 മുതൽ 10 വരെ ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന കേബിൾ കാറുകളാണ് ഇവിടെയുള്ളത്. 100 കണക്കിന് കേബിൾ കാറുകൾ ഈ മലയടിവാരത്തുകൂടെ സഞ്ചാരികളെയുമായി ഇങ്ങനെ മല കയറി പോകുന്നതും കുന്നിറങ്ങി വരുന്നതുമായ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചയാണ്. ആ കേബിൾ കാറുകളാകട്ടെ വളരെ ഉയരത്തിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ താഴേക്ക് നോക്കിയാൽ നമുക്ക് ഇടതൂർന്ന കാടുകൾ കാണാൻ സാധിക്കും. ആ കാടിന് നടുക്ക് വെള്ളച്ചാട്ടങ്ങളുണ്ട്, പലയിടങ്ങളിലും അരുവികളുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇവിടെ മഞ്ഞ് വന്ന് മൂടുന്ന മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇടയ്ക്ക് ഈ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന ആ സ്ഥലങ്ങളിലൂടെ കേബിൾ കാറിൽ യാത്ര ചെയ്യുക എന്നത് വളരെ ആകർഷകമായ ഒരു അനുഭവമാണ്. ഈ ദനാങ്ങിലെ ബാണ ഹിൽസിലേക്കുള്ള കേബിൾ കാറുകൾ നിരവധി ഗിന്നസ് റെക്കോർഡുകൾ നേടിയവയാണ്. വേൾഡ് ലോങ്ങസ്റ്റ് സിംഗിൾ ഡ്രോപ്പ് കേബിൾ കാർ എന്നത് ഇതിൻ്റെ ഒരു റെക്കോർഡാണ്. ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരമാണ് ഈ കേബിൾ കാർ റൈഡുകളുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 5.8 കിലോമീറ്റർ ദൂരം. ഇതിൻ്റെ ഉയര വ്യത്യാസം പരിഗണിച്ചുകൊണ്ടും ഇതിന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു മലയടിവാരത്ത് നിന്ന് തുടങ്ങി നമ്മുടെ താമരശ്ശേരി ചുരം പോലെ വളരെ ഉയരത്തിലേക്ക് ഏറ്റവും മുകളിലേക്ക് എത്തും തോറും അത് പല ഈ ഉയര വ്യത്യാസങ്ങൾ താണ്ടിക്കൊണ്ടാണ് പോകുന്നത്. ആ തരത്തിൽ ക്രമീകരിച്ചത് കൊണ്ട് അതിന് മറ്റൊരു തരത്തിലുള്ള ഗിന്നസ് റെക്കോർഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഭാരം കൂടിയ കേബിൾ കാറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കാര്യത്തിലും ഒരു ലോക റെക്കോർഡ് ഈ ബാണ ഹിൽസിലെ കേബിൾ കാറുകൾക്കുണ്ട്. ഇത് 4 ഇടങ്ങളിൽ നിന്നുള്ള റൈഡുകളാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മലയടിവാരത്ത് വിശാലമായി പരന്നു കിടക്കുന്ന ഒരു മലയടിവാരത്തെ പച്ച പുതച്ച കുന്നിൻ മുകളിലൂടെ പലയിടങ്ങളിൽ നിന്നായി കേബിൾ കാറുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഒരു രാവിലെ സമയത്തൊക്കെ ചെന്നാൽ ഈ മല കയറിപ്പോകുന്ന സഞ്ചാരികളെയുമായി മല കയറി പോകുന്ന പല ഭാഗങ്ങളിൽ നിന്നുള്ള കേബിൾ കാറുകളുടെ കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ്. വൈകുന്നേര സമയങ്ങളിൽ അതുപോലെ തന്നെയാണ് ഈ സഞ്ചാരികളെയുമായി മല ഇറങ്ങി വരുന്ന കുന്നിറങ്ങി വരുന്ന കേബിൾ കാറുകളുടെ കാഴ്ചയും വളരെ ആകർഷകമായ കാഴ്ചകളാണ്. തോക്ക കേക്ക് ലെയിന് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു എൻട്രി പോയിന്റിൽ നിന്നാണ് ഞങ്ങൾ ഈ കേബിൾ കാറിൽ സഞ്ചരിച്ചിരുന്നത്. സാധാരണയായി ഈ കേബിൾ കാറുകളുടെ ഒരു പ്രത്യേകത, ഒരു 12 പേരൊക്കെ ഉള്ള ഒരു സംഘമാണെങ്കിൽ എല്ലാവർക്കും ഒരു കേബിൾ കാറിൽ തന്നെ സഞ്ചരിക്കാവുന്ന സൗകര്യങ്ങൾ അവിടെയുണ്ട്. ഇനി ദമ്പതികൾ അതുപോലെ തന്നെ ഈ ഹണിമൂൺ ട്രിപ്പിനൊക്കെ വന്ന ആളുകൾക്ക് അവർക്ക് വേണമെങ്കിൽ ഒരു കേബിൾ കാറിൽ 2 പേർക്ക് സഞ്ചരിക്കാനും അവർ അനുമതി ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പലതരത്തിലുള്ള രീതിയിൽ ഒരേ അളവിലുള്ള ഒരേ ഭാരമുള്ള കേബിൾ കാറുകളാണെങ്കിലും ഓരോ സഞ്ചാരിക്കൂട്ടങ്ങൾക്കും അനുസരിച്ച് അവരുടെ എണ്ണം അനുസരിച്ച് ആ കേബിൾ കാറുകളിൽ ഒരു സംഘമായി ചേർന്നിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. 2 പേർ മുതൽ 10 പേരോ 12 പേരോ വരെയൊക്കെ ഒരു കേബിൾ കാറിൽ സഞ്ചരിക്കുന്ന കാഴ്ചകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വളരെ ഉയരത്തിലേക്ക് പോകുന്ന ഈ കേബിൾ കാറുകൾ ഉയരം കൂടുന്തോറും അവരുടെ കൺമുമ്പിൽ ധാരാളം കാഴ്ചകൾ തെളിഞ്ഞു വരും. ഏറ്റവും മുകളിലെത്തുമ്പോൾ വിശാലമായ പച്ചപ്പ് ഉള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. ചുറ്റുപാടിലേക്കുമുള്ള മഞ്ഞും അതുപോലെ തന്നെ പച്ചപ്പുമൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഈ കേബിൾ കാർ യാത്ര ഏറെ ആകർഷകമാണ്. ഇത് കയറി ചെല്ലുന്നത് നേരെ ഫ്രഞ്ച് വില്ലേജിലേക്കാണ്. അതോടൊപ്പം തന്നെ ഫാൻറ്റസി പാർക്കിലേക്ക്, ഫ്ലവർ ഗാർഡനിലേക്കൊക്കെ പല പോയിന്റുകളിലേക്കാണ് ഓരോ കേബിൾ കാറുകളും ചെന്നെത്തുന്നത്. ഇനി അതിന് മുകളിലെത്തിയാൽ പിന്നീട് അവിടെയാണ് ഫ്രഞ്ച് വില്ലേജ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഫ്രഞ്ച് കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മിതികളും ആ ഒരു ഒറ്റയടിക്ക് നമ്മൾ പാരീസിലെത്തിപ്പോയോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ആംബിയൻസും ഒക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന ആകർഷണം. ഈ കേബിൾ കാറുകളിൽ യാത്ര ചെയ്ത് ബാണ ഹിൽസിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ടോയ് ട്രെയിൻ യാത്രയും അവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതും വളരെ തുറന്ന അന്തരീക്ഷത്തിലൂടെ കാടുകൾക്ക് മുകളിലൂടെ ഉയരം ചെന്ന കുന്നുകളിലൂടെയുള്ള ചെറിയ ഹ്രസ്വദൂരമാണെങ്കിലും അതിമനോഹരമായ ഒരു ടോയ് ട്രെയിൻ യാത്ര, ഒരു യൂറോപ്യൻ കാഴ്ചയാണ് നമുക്കവിടെ സമ്മാനിക്കുന്നത്. ബാണ ഹിൽസിൻ്റെ മുകളിലെ ഫാൻറ്റസി പാർക്കിൽ ഒട്ടേറെ കാഴ്ചകളും ഒട്ടേറെ റൈഡുകളുമുണ്ട്. പക്ഷേ അവിടെ എത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ആകർഷകമായ ഒരു കാര്യം അവിടുത്തെ ഒരു തിയേറ്ററിൽ നടക്കുന്ന ഒരു 4D ഷോ ആണ്.
അതിമനോഹരമായ അനുഭവമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നെന്നും ഓർത്ത് വയ്ക്കാവുന്ന തരത്തിലുള്ള ഒരു 4D ഷോ അവിടെ നടക്കുന്നുണ്ട്. കേബിൾ കാറുകളിൽ കുന്നുകയറി ബാണ ഹിൽസിൻ്റെ മുകളിലെത്തുമ്പോഴേക്കും ഏതാണ്ട് നമുക്ക് വിശന്നു തുടങ്ങും. നല്ല ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിയറ്റ്നാമിൽ ലഭിക്കാവുന്ന ഏറ്റവും മുന്തിയ ഭക്ഷ്യവിഭവങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഭക്ഷ്യവിഭവങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലം ഈ ബാണ ഹിൽസിന് മുകളിലുണ്ട്. അതിന് ഒരു ഇന്ത്യൻ ടച്ചുണ്ട്. ഒരു ഭാരത റെസ്റ്റോറൻറ്റ് എന്ന പേരിൽ അതിന് മുകളിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകിച്ച് നോൺ വെജ് വിഭവങ്ങളും അതുപോലെ തന്നെ സീ ഫുഡ് വിഭവങ്ങളും കൊണ്ടും പേര് കേട്ട ഒരു റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ ബഫറ്റ് ലഞ്ച് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. പലതരം സൂപ്പുകളുണ്ട്, പലതരം സാലഡ്സ് ഉണ്ട്, വൈൽഡ് ബെറീസ്, പലതരം ഫ്രൂട്ട്സുകളുണ്ട്. അതുപോലെ പല വിഭവങ്ങൾ കൊണ്ടും, മത്സ്യവിഭവങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നോൺ വെജ് വിഭവങ്ങൾ കൊണ്ടും സമൃദ്ധമായ ഒരു സദ്യയാണ്. $16 അതിന് ഈടാക്കുന്നത്. അത് ഒട്ടും കൂടുതലല്ല, അധികമല്ല എന്ന് ഒരിക്കലെങ്കിലും ആ ബാണ ഹിൽസിലെ ഭാരത റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആർക്കും അനുഭവപ്പെടും. അത് ഇന്ത്യൻ മാനേജ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളമായി സഞ്ചാരികൾ, അവിടെ എത്തുന്ന സഞ്ചാരികൾ അവരുടെ ഒരു പ്രധാന ആകർഷണം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഭാരത റെസ്റ്റോറൻറ്റിനെ കാണുന്നത്. സമയമെടുത്ത് ലഞ്ച് കഴിച്ചാണ് പിന്നീട് സഞ്ചാരികൾ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കാഴ്ചകളിലേക്ക് പോകുന്നത്. പിന്നെയാണ് ബാണ ഹിൽസിലെ പ്രധാന കാഴ്ചകൾ. ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ഗോൾഡൻ ബ്രിഡ്ജ്. കാവോ വാങ് എന്നാണ് ഈ വിയറ്റ്നാമി ഭാഷയിൽ ഈ ഗോൾഡൻ ബ്രിഡ്ജിനെ വിളിക്കുന്നത്. നമുക്കറിയാം, വിയറ്റ്നാമിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ, വീഡിയോകൾ, സഞ്ചാരികൾ പകർത്തുന്ന സെൽഫികൾ, ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വിയറ്റ്നാമിലെ ഗോൾഡൻ ബ്രിഡ്ജ്. ദനാങ്ങിലെ ഗോൾഡൻ ബ്രിഡ്ജ് കാണാതെ ഈ വിയറ്റ്നാം യാത്ര പൂർത്തിയാവുകയില്ല. ബാണ ഹിൽസിൻ്റെ മുകളിലാണ് യഥാർത്ഥത്തിൽ ഈ ഗോൾഡൻ ബ്രിഡ്ജ് ഉള്ളത്. 2018 ഈ ഗോൾഡൻ ബ്രിഡ്ജ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1400 മീറ്റർ ഉയരത്തിൽ, അതായത് 4593 അടി ഉയരത്തിലാണ് ഈ ഒരു ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. മഴവില്ല് പോലെ ഒരു അർദ്ധവൃത്താകൃതിയിൽ ഒരു സ്വർണ്ണ നിറത്തിൽ പണിത ഒരു ബ്രിഡ്ജാണത്. മാത്രമല്ല 2 കൈകളിൽ താങ്ങി നിർത്തിയ ഈ പാലം അത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു എന്നത് മാത്രമല്ല, അവിടെ എത്തുന്ന ഫോട്ടോഗ്രാഫർമാർ ധാരാളമായിട്ട് അവിടെ നിന്ന് ഫോട്ടോകൾ പകർത്തുന്നത് കാണാൻ സാധിക്കും. അത് വിയറ്റ്നാമിൻ്റെ തന്നെ ഒരു അടയാളമായി മാറി. 2018 ഈ ഗോൾഡൻ ബ്രിഡ്ജ് സ്ഥാപിച്ചത് മുതൽ വിയറ്റ്നാമിൽ ടൂറിസത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടായി. ധാരാളമായ സഞ്ചാരികൾ, ആയിരക്കണക്കിന് സഞ്ചാരികൾ ഓരോ ദിവസവും ഈ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ആകർഷണം അവിടെ ഉള്ളതുകൊണ്ട് ഈ ബാണ ഹിൽസിലെ കേബിൾ കാറുകൾ കയറി ഈ മലമുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും ആ പാലം നിറയെ മനുഷ്യരായിരിക്കും. എപ്പോഴും അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കായിരിക്കും. അതിൻ്റെ പല കോണുകളിൽ വെച്ച് ഫോട്ടോകൾ എടുക്കുകയും ഫോട്ടോ എടുത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും മഴവില്ല് പോലെ വളഞ്ഞ ആ പാലം 2018 തുറന്നതു മുതൽ വിയറ്റ്നാമി ടൂറിസത്തിന് അത് വലിയ തരത്തിൽ ശക്തി പകർന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ബാണ ഹിൽസിലെ കാഴ്ചകൾ, പ്രധാനപ്പെട്ട കാഴ്ചകൾ, അവിടെയുള്ള ഈ ഗോൾഡൻ ബ്രിഡ്ജും അതോടൊപ്പം തന്നെ ഈ കേബിൾ കാർ യാത്രകളും ഫ്രഞ്ച് വില്ലേജും ഭാരത റെസ്റ്റോറൻറ്റും അതുപോലെ ഫ്ലവർ ഗാർഡനുകളും മനോഹരമായ മാർബിൾ വില്ലേജുകളും മാർബിൾ മൗണ്ടെയിനും എല്ലാം ചേർന്ന മനോഹരമായ കാഴ്ചയാണ് ഈ ബാണ ഹിൽസിലുള്ളത്. ബാണ ഹിൽസ് എന്ന് പറയുന്നത് വിയറ്റ്നാം സഞ്ചാരത്തിൻ്റെ, പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളുടെ ഏറ്റവും ആകർഷകമായ കാഴ്ചകളിലൊന്നാണ്. അതുകൊണ്ട് വിയറ്റ്നാമിലെത്തുന്ന സഞ്ചാരികൾ ഒരു കാരണവശാലും ഈ ബാണ ഹിൽസിലെ കാഴ്ചകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം.